ഇത് 2 ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തേത് ഡേറ്റ്. മൂന്നാമത്തെ ഡേറ്റ് ഓൺലിയാണ്. എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നവർ ഡേറ്റ് മാത്രമേ എൻട്രി ചെയ്യാൻ അവർക്ക് അവകാശമുണ്ടാകൂ, മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് DOB ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യുന്നു. റെസ്ട്രിക്റ്റ് യുവർ എൻട്രി ഈസ് റോങ് ഓർ യുവർ ഏജ് ഈസ് നോട്ട് അണ്ടർ ദി ക്രൈറ്റീരിയ എന്നൊരു ഓപ്ഷൻ വരുന്നു. ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടത്. ആ ഭാഗം സെലക്ട് ചെയ്യുക. ഡാറ്റ വാലിഡേഷൻ എന്നൊക്കെ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ വാലിഡേഷൻ ഓപ്പൺ ചെയ്യുക. എനി വാല്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ നിന്നും ഡേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അതിൽ നമുക്ക് ബിറ്റ്വീൻ എന്നത് മാത്രം മതി. നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് 12 വയസ്സോ അല്ലെങ്കിൽ 13 വയസ്സോ മാത്രമുള്ള, അല്ലെങ്കിൽ 12നും 13നും ഇടയിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാനാകൂ എന്നുള്ളൊരു ഇവൻ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 12 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ ജനിക്കേണ്ടത് എന്നാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 12 വയസ്സും 13 വയസ്സും പ്രായമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും 2021 12 വയസ്സും 2021 13 വയസ്സും ആകേണ്ട കുട്ടികൾ തീർച്ചയായും ഇവിടെ നിന്ന് 13 കൊല്ലം പുറകിലേക്ക് ഉള്ള ഇയർ ആയിരിക്കണം അവർക്ക് എൻട്രി ചെയ്യേണ്ടത്. അതിന് മുമ്പുള്ളതോ അതിന് ശേഷമുള്ളതോ എൻട്രി ചെയ്താൽ സമ്മതിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഇവിടെ 12 വയസ്സ് പുറകിലേക്ക് പോയെന്നാൽ 2021 - 12 2009 ആണ് 12 വയസ്സുള്ള കുട്ടി ജനിക്കേണ്ട വർഷം. അതുപോലെ 13 വയസ്സാകുന്ന കുട്ടിക്കാണെങ്കിൽ 2008 ജനിക്കണം. അതായത് 2008ലോ 2009ലോ ജനിച്ച കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാം എന്നതാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ് ആയിട്ട് 2008 എപ്പോഴും കുറഞ്ഞ ഡേറ്റാണ് അഥവാ ഇയറാണ്. അത് നമുക്ക് മന്ത് വയസ്സും ഡേ വയസ്സും നമുക്ക് തീരുമാനിക്കാം. 1/1/2008 മുതൽ 2001/1/2008നും 1/1/2009നും ഇടയിൽ ജനിച്ചവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നതാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ എങ്കിൽ ഇവിടെ അത്തരത്തിൽ ഡേറ്റ് ഞാൻ കൊടുക്കുന്നു. 1/1/2008നും 1/1/2009നും ഇടയിൽ ജനിച്ച കുട്ടികളാണ്. ആ ഡേറ്റ് ഇവർക്ക് എൻട്രി ചെയ്യാൻ കഴിയൂ. അല്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണിക്കും യു ആർ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കാം. ഇത്തരത്തിൽ ഒരു മെസ്സേജ് കൂടി കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അറ്റൻഷൻ യു ക്യാൻ എൻ്റർ ഓൺലി ബിറ്റ്വീൻ 1/1/2008 ആൻഡ് 1/1/2009. വെൻ വി എൻ്റർ എ റോങ് ഏജ്, ഫോർ എക്സാമ്പിൾ 1/2/2007, നമ്മുടെ ക്രൈറ്റീരിയയിൽ 2007 ഇല്ല. ഞാൻ എൻ്റർ ചെയ്യുന്നു. യുവർ എൻട്രി ഈസ് റോങ് ഓർ യു ആർ നോട്ട് എലിജിബിൾ. റീട്രൈ. ഞാനിവിടെ നമ്പർ മാറ്റിയിട്ട് 2007 എന്നാൽ 2008 ആക്കുന്നു. എൻ്റർ ചെയ്യുന്നു, അത് അനുവദിക്കുന്നു. അതുപോലെ തന്നെ 1/1/2010 9ന് ശേഷമുള്ള ഒരു ഇയർ ഞാൻ എൻ്റർ ചെയ്യുന്നു. അവിടെയും അത് സമ്മതിക്കുന്നില്ല. നമ്മൾ അത് റെസ്ട്രിക്റ്റ് ചെയ്ത ശേഷം നമ്മൾ റീട്രൈ കൊടുക്കുന്നു. 2009 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ അത് സമ്മതിക്കുന്നു. ഇത്തരത്തിൽ ഈ ഡേറ്റ് ഓഫ് ബർത്തുകൾ എൻ്റർ ചെയ്യുന്ന പേജിനകത്ത് നമുക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓൺലി ഓൾ നമ്പർ, ഓൺലി ഡെസിമൽ നമ്പർ, ഓൺലി ഡേറ്റ്സ്. ഇതേപോലെ തന്നെ നമുക്ക് ഫോർമുലകളൊന്നും ഉപയോഗിക്കാതെ ചെയ്യാവുന്ന മറ്റൊരു ഡാറ്റ വാലിഡേഷനാണ് ടൈം ഓൺലി. നമുക്ക് ടൈം മാത്രമേ ആ കോളത്തിൽ എൻ്റർ ചെയ്യാവൂ. മറ്റ് ഡാറ്റകളോ ഡേറ്റുകളോ പേരുകളോ വെറുതെ ഒരു സംഖ്യയോ ഒന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ടൈം ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ടൈം നമുക്കറിയാം. 12:30 ആണെങ്കിൽ 12:30 ഇതാണ്. പക്ഷേ 13 ആണെങ്കിലോ ഇതിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 24 hours ഫോർമാറ്റിലേ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയും. 24 hours ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 1:30 എത്രയാണ്? 12 1 13. അപ്പോൾ 13
30 13.5. 5.5 എത്രയായിരിക്കും? 5.5 എന്ന് പറഞ്ഞാൽ 17.5 17:30. ഇതാണ് 5.5. ഇത്തരത്തിൽ 24 hours വേണം നമ്മൾ എൻ്റർ ചെയ്യാൻ. അത്രമാത്രം. ഇവിടെ നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യാൻ പോകുന്നത് സൈൻ ഇൻ ചെയ്യുന്ന ടൈം എത്രയാണെന്ന് ചോദിക്കാനാണ്. ഇവിടെ ഞാൻ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം between 11:30 and 2:30 PM. Enter only in this format or 24 format. ഓക്കെ, ഈ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യണം നമ്മൾ, അതല്ലെങ്കിൽ 24 ഫോർമാറ്റ്. ഇതേ ഫോർമാറ്റിൽ തന്നെ ടൈപ്പ് ചെയ്യണം. ഞാനിവിടെ 2.5 കിട്ടാൻ 14:30 കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കായി 2.5 എന്ന് മാറുന്ന കാണാം. ഇവിടെ ഞാൻ 5.5 കൊടുക്കുന്നു. 11-നും 2.5-ക്കും ഇടയ്ക്കേ പറ്റുള്ളൂ. അപ്പോൾ 1.5 കൊടുക്കാം. അപ്പോൾ 13:45 കൊടുക്കുന്നു. അവിടെ 1:45 വന്നിരിക്കുന്നു. ഇവിടെ 11:30-ക്കും കൊടുക്കുക. 11 കോളൻ ആൻഡ് 30 11:30. 11:30-ക്ക് മുമ്പുള്ളൊരു സമയം ഞാൻ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. റിസ്ട്രിക്ഷൻ വരുന്നു, പറ്റില്ല. അതിനുള്ളിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാമെന്ന് സമ്മതിക്കണം. അതാണ് അതിൻ്റെ യഥാർത്ഥ കണ്ടീഷൻ. ഈ 2:30-ക്കും 11:30-ക്കും 2:30-ക്കും ഇടയിൽ സൈൻ ഇൻ ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടിയാണ്, ഒരു എഗ്രിമെൻ്റ് കൂടിയാണ് ഈ കോളം. അപ്പോൾ നമുക്ക് ഏത് സമയം സെലക്ട് ചെയ്യാം, പക്ഷേ ഈ സമയത്തിലേക്ക് വേണം നിങ്ങൾ സൈൻ ചെയ്യാൻ എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിൽ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ആ കോളം സെലക്ട് ചെയ്യുക, ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എനി വാല്യൂ എന്നുള്ളിടത്ത് നമുക്ക് ചെയ്യേണ്ടത് ടൈമാണ്. സോ ടൈം എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബിറ്റ്വീൻ എന്നുള്ളിടത്ത് നമ്മുടെ സമയം എപ്പോഴാണ്? 11:30 മുതൽ സ്റ്റാർട്ട് ടൈമായിട്ട് 11:30 നൽകിക്കഴിഞ്ഞു. ഇനി എൻഡ് ടൈമായിട്ട് ഞാൻ 24 hours ഫോർമാറ്റ് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് 2:30 അപ്പോൾ 14:30 ഇതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് PM ആണെന്ന് കണക്കാക്കിക്കൊള്ളും. ഇവിടെ ഇൻപുട്ട് മെസ്സേജിനകത്ത് അറ്റൻഷൻ എൻ്റർ ടൈം ഓൺലി ബിറ്റ്വീൻ 11:30 and 2:30. എൻ്റർ ഓൺലി ഇൻ 24 hours ഫോർമാറ്റ്. ഓക്കെ, യു ഹാവ് ടു give one message here. Then error alert also you can give a stop, your entry is wrong my dear. Okay, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻപുട്ട് മെസ്സേജ് കാണാം. റോങ് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ റോങ് എൻട്രിയുടെ റെസ്ട്രിക്ഷൻ മെസ്സേജ് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ്. ഇതിനകത്ത് നമുക്ക് ടൈം മാത്രമേ എൻ്റർ ചെയ്യാൻ കഴിയൂ. ഞാനിപ്പോൾ 11 എൻ്റർ ചെയ്തു. ഓട്ടോമാറ്റിക്കലി AM എന്നോട് വന്നു കഴിഞ്ഞു. ഇനി ഞാനിവിടെ 1:15 ഓട്ടോമാറ്റിക്കലി PM എന്ന് വന്നു കഴിഞ്ഞു. മറ്റ് ടൈമൊന്നും സമ്മതിക്കുന്നതല്ല. ഞാൻ 15 റോങ്സ് കാണിക്കുന്നു, കാരണം ഞാൻ ടൈപ്പ് ചെയ്തത് 3:30. 15:30 3:30. ഇതാണ് ഇതിൻ്റെ മാർഗം. അടുത്തതായി ഫോർമുല ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന അടുത്തൊരു വാലിഡേഷനാണ്. ഒരു സെല്ലിൽ മാക്സിമം എത്ര ഡിജിറ്റുകൾ അഥവാ എത്ര ലെങ്ത്, എത്ര ടെക്സ്റ്റ് അതിനകത്ത് കൊള്ളിക്കാം എന്ന ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. അത് പല സമയങ്ങളിലും നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. പലപ്പോഴും കോഡുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് കൂടുതൽ നമ്പർ ഒരിക്കലും വരാത്ത കോഡുകളുണ്ടാവും. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് 10-ൽ കൂടാത്ത നമ്പർ വേണം ടൈപ്പ് ചെയ്യാൻ. അത്തരത്തിൽ റെസ്ട്രിക്ഷനുള്ള സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇവിടെ കോഡ് എന്ന് പറയുന്ന ഈ കോളത്തിലാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഞാൻ ടെക്സ്റ്റ് ലെങ്ത് നോട്ട് മോർ ദാൻ 7 എന്ന് അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ 8 ഞാൻ ടൈപ്പ് ചെയ്തു, പക്ഷേ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഞാൻ അത് 7 ആക്കി മാറ്റുന്നു. 7 ആക്കി മാറ്റുമ്പോൾ സമ്മതിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് കോളത്തിലാണോ അത് വേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യുക. ഡാറ്റ വാലിഡേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ വാലിഡേഷൻ ബോക്സ് ഓപ്പണായി. എനി വാല്യൂ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ലെങ്ത് ആണ്. ഇവിടെ ടെക്സ്റ്റ് ലെങ്ത് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, സെലക്ട് ചെയ്യുക. ഇവിടെ ബിറ്റ്വീൻ എന്ന് ഒരുപാട് ബിറ്റ്വീൻ, നോട്ട് ബിറ്റ്വീൻ എല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് ഓരോരോ ഉപയോഗത്തിന് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ വേണ്ടത് ഇതിനകത്ത് 1 തൊട്ട് 8 വരെ അല്ലെങ്കിൽ 1 തൊട്ട് 7 വരെ ഉള്ള നമ്പറുകൾ മാത്രമേ, അത്രയും ലെങ്ത് മാത്രമേ കൊടുക്കാവൂ. അതിന് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുക. സെലക്ട് ബിറ്റ്വീൻ മിനിമം 1 ആൻഡ് മാക്സിമം 7. അപ്പോൾ 1-നും 7-നും ഇടയിലുള്ള നമ്പറുകളോ അല്ലെങ്കിൽ 7-ഓ, 1 മുതൽ 7 വരെ
ഇത്രയും നമ്പറുകൾ അല്ലെങ്കിൽ ലെങ്ത്ത് നമുക്ക് ആ കോളത്തിൽ ഉപയോഗിക്കാമെന്നർത്ഥം. ഞാൻ ഇവിടെ ഇൻപുട്ട് മെസ്സേജ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എറർ മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് 7 കൂടുതൽ ഉപയോഗിക്കുന്നു, എറർ മെസ്സേജ് കാണിക്കുന്നു. ഞാനവിടെ ഒന്നുകൂടി 7 മാത്രമാക്കുന്നു, എൻ്റർ ചെയ്യുന്നു, സമ്മതിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ലെങ്ത്തും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം വളരെ എളുപ്പത്തിൽ ഡാറ്റ വാലിഡേഷൻ ഉപയോഗിച്ച്. ഇതോടുകൂടി ഇതിനകത്ത് ഫോർമുല ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കാവുന്ന ഡാറ്റ വാലിഡേഷൻ്റെ ഓപ്ഷനുകൾ മുഴുവൻ അവസാനിച്ചു.